പ്രധാനമായിട്ട് ചേട്ടാ ഒരു ക്രൈസ്തവനായ വ്യക്തി എന്നുള്ള നിലയിൽ ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി BJP-യെ ഇതുപോലെ പിന്തുണക്കാനുള്ള കാരണം എന്താണ്? ചേട്ടനും ചേട്ടൻ്റെ കുടുംബം അടക്കം. തീർച്ചയായിട്ടും ഞാൻ പിന്തുണയ്ക്കാൻ കാരണം ഇന്ന് ഒരു സാധാരണക്കാരനുമായ ഒരു ചായ കച്ചവടം ചെയ്ത ഒരാളുടെ മകന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ സാധിക്കും എന്നുള്ളത് ഈ ലോകത്തിന് മുഴുവനും ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു മഹാനായ വ്യക്തിയാണ് നമ്മുടെ മോദിജി. അദ്ദേഹം ഇത്രയൊരു മാതൃകാ പുരുഷനായിട്ട് ഈ ലോകത്തിന്റെ മുമ്പാകെ പ്രവർത്തിച്ചും ജീവിച്ചും ഒരു നിമിഷം ഒന്ന് പനിക്കുവാൻ പോലും നേരമില്ലാത്ത അത്രയും തിരക്കുള്ള ഒരു മനുഷ്യന് വിശ്രമിക്കുവാൻ പോലും സമയം ഇല്ല. ആ മനുഷ്യൻ ഇത്രയൊക്കെ പ്രയത്നിക്കുമ്പോൾ വെറും സാധാരണക്കാരായ ഒരു ഞാൻ അതിൻ്റെ ചെറിയ എന്തെങ്കിലും ഒരു പ്രവർത്തനം ഇവിടെ കാണിക്കണ്ടേ? ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അത് NDA-യിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. അത് ഞങ്ങളിവിടെ പ്രവർത്തിച്ച് കാണിക്കും. ഈ ഇടതിനും വലതിനും എല്ലാം ഇതോടുകൂടി കണ്ണ് തുറക്കേണ്ടി വരും. അവരെല്ലാം ഇട്ടെറിഞ്ഞ് ഓടേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കും. കാരണം ക്രിസ്ത്യാനികളുടെ മനോബലം, ഐക്യത എന്താണെന്ന് ഇതിവിടെ കാണും. മോഹൻ ജോർജിലൂടെ ഇതാണ് ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്ന സുവർണ അവസരം. നിലമ്പൂർ മാറും. ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്ന സുവർണ അവസരമാണിത്. അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ BJP-ക്ക് പ്രത്യേകമായ ഒരു താല്പര്യം ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ള സത്യമായ വസ്തുതയാണ്. കാരണം ഇടതിനും വലതിനും മാറി മാറി ഭരിച്ചിട്ടും ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു വികസനം എത്തിക്കാൻ കഴിയാത്ത നിലമ്പൂരിൻ്റെ മുരടിപ്പിന് ജനം അത് തിരിച്ചറിഞ്ഞ്, പ്രത്യേകിച്ചും ക്രിസ്തീയ വിഭാഗത്തിൽ വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ക്രിസ്തീയ വിഭാഗം തീർച്ചയായിട്ടും അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലമ്പൂരിൻ്റെ ഈ സാഹചര്യം മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾക്കായിട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെ നിലമ്പൂരിലൊരു സാഹചര്യം എങ്ങനെ കാണുന്നു കേട്ടോ? ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് അത് BJP-ക്ക് അനുകൂലമായുള്ള സാധ്യത ഉണ്ട് തോന്നാം. തീർച്ചയായിട്ടും ക്രൈസ്തവ വിഭാഗത്തെ എല്ലാവരും ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗമായിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. അടഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് മരങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും. അവരുടെ വളർച്ച മുരടിച്ച് ഇനി കീഴോട്ടാണ്. കോൺഗ്രസിന്റെ വളർച്ച എന്ന് വെച്ചാൽ നിങ്ങൾ വടവറം പാലം ഇങ്ങോട്ട് കഴിയുമ്പോൾ ആദ്യത്തെ സ്ഥാപനം തന്നെ കാണാം, നമ്മുടെ വുഡ് കോംപ്ലക്സ്. എത്രയോ പേരുടെ തൊഴിലാണ് അവിടെ നഷ്ടപ്പെട്ടു പോയി. ആ സ്ഥാപനം പൂട്ടിയിട്ട് ഇന്ന് വരെ തുറക്കുവാനോ ഈ കോൺഗ്രസിന് കൊണ്ട് കഴിഞ്ഞില്ല. ഇവിടെ 40-45 വർഷത്തോളം ഭരിച്ച ആര്യാടൻ മുഹമ്മദ്, അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നമ്മുടെ ഒരു ബൈപ്പാസ് റോഡ്, അതും ഒന്നും ചെയ്യാൻ സാധിക്കാതെ അവിടെ കിടന്നു. ആ ജനങ്ങളെ മുഴുവൻ കഷ്ടപ്പെടുത്തുകയാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 25-30 വർഷത്തിൻ്റെ അടുത്തോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തലമുറയുടെ ഒരു പകുതി ഭാഗത്തോളം ജീവിച്ചു കഴിഞ്ഞു. ഇപ്പോഴും അതിന് പൂർത്തീകരണം വന്നില്ല. അത് ഞങ്ങളുടെ ഈ BJP-യുടെ NDA-യുടെ നമ്മുടെ മോഹൻ ജോർജ് എന്ന സ്ഥാനാർത്ഥി ജയിച്ചു വന്നാൽ ഭാരതീയ ജനതാ പാർട്ടി മുൻകൈയെടുത്ത് ആ റോഡ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. ഇനി ഞങ്ങളെ കൊണ്ടേ സാധിക്കുള്ളൂ. ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. കേരളത്തിൽ ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രവർത്തിക്കും. ഞങ്ങൾ വികസനം എന്താണ് ഈ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. അടഞ്ഞു കിടക്കുന്ന വുഡ് കോംപ്ലക്സ് ഞങ്ങൾ തുറപ്പിക്കും. തൊഴിലാളികൾക്ക് ജോലി കൊടുക്കും. സുരേഷ് ഗോപി സാറ് പറഞ്ഞ പോലെ നിലമ്പൂർ ഇങ്ങ് എടുക്കും. സുരേഷ് ഗോപി സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ NDA ഇങ്ങെടുക്കും. മലയോര കർഷകരായിട്ടുള്ള ക്രിസ്ത്യാനികൾ, ഞങ്ങളുടെ പവർ എന്താണ്? ഞങ്ങളെ ഛിന്നഭിന്നമാക്കിയിട്ട് വിഘടിപ്പിച്ചിട്ട് വോട്ട് സ്വന്തമാക്കി മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരുന്നു. ഒരു വികസനം ഇവിടെ ചെയ്യാതെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ അറിയാം. ഇതുവരെ ഇവിടെ മുരടിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പോഴും ട്രാഫിക് ജാം തീർന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾ ക്രിസ്ത്യാനികൾ എന്താണ്, ഞങ്ങൾ ഇനി ചൂഷണത്തിന് വിധേയമാകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടം കൂടാണ് ഈ തന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രധാനമായിട്ട് ചേട്ടാ ഒരു ക്രൈസ്തവനായ വ്യക്തി എന്നുള്ള നിലയിൽ ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി BJP-യെ ഇതുപോലെ പിന്തുണക്കാനുള്ള കാരണം എന്താണ്? ചേട്ടനും ചേട്ടൻ്റെ കുടുംബം അടക്കം. തീർച്ചയായിട്ടും ഞാൻ പിന്തുണയ്ക്കാൻ കാരണം ഇന്ന് ഒരു സാധാരണക്കാരനുമായ ഒരു ചായ കച്ചവടം ചെയ്ത ഒരാളുടെ മകന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ സാധിക്കും എന്നുള്ളത് ഈ ലോകത്തിന് മുഴുവനും ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു മഹാനായ വ്യക്തിയാണ് നമ്മുടെ മോദിജി. അദ്ദേഹം ഇത്രയൊരു മാതൃകാ പുരുഷനായിട്ട് ഈ ലോകത്തിന്റെ മുമ്പാകെ പ്രവർത്തിച്ചും ജീവിച്ചും ഒരു നിമിഷം ഒന്ന് പനിക്കുവാൻ പോലും നേരമില്ലാത്ത അത്രയും തിരക്കുള്ള ഒരു മനുഷ്യന് വിശ്രമിക്കുവാൻ പോലും സമയം ഇല്ല. ആ മനുഷ്യൻ ഇത്രയൊക്കെ പ്രയത്നിക്കുമ്പോൾ വെറും സാധാരണക്കാരായ ഒരു ഞാൻ അതിൻ്റെ ചെറിയ എന്തെങ്കിലും ഒരു പ്രവർത്തനം ഇവിടെ കാണിക്കണ്ടേ? ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അത് NDA-യിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. അത് ഞങ്ങളിവിടെ പ്രവർത്തിച്ച് കാണിക്കും. ഈ ഇടതിനും വലതിനും എല്ലാം ഇതോടുകൂടി കണ്ണ് തുറക്കേണ്ടി വരും. അവരെല്ലാം ഇട്ടെറിഞ്ഞ് ഓടേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കും. കാരണം ക്രിസ്ത്യാനികളുടെ മനോബലം, ഐക്യത എന്താണെന്ന്
ഇതിവിടെ കാണും, മോഹൻ ജോർജിലൂടെ. ഇതാണ് ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്ന സുവർണ അവസരം. നിലമ്പൂർ മാറും അല്ലെ? നിലമ്പൂർ മാറും. ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്ന സുവർണ അവസരമാണിത്. ഈ അവസരം ക്രിസ്ത്യാനികൾ പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇനി ഈ ജന്മത്ത് അങ്ങനെ ഒരു അവസരം കിട്ടുന്നില്ല. അതുകൊണ്ട് മോദിജിയോട് സ്നേഹമുണ്ടെങ്കിൽ, രാജ്യത്തിൻ്റെ വികസനം, നമ്മുടെ ലോകത്തിന് മുമ്പാകെ ലോകത്തിൻ്റെ നേതാവായി മാറിയിരുന്ന മോദിയോടൊപ്പം അണിചേരുമെങ്കിൽ ക്രിസ്ത്യാനികൾ എല്ലാം മാറി ഈ ദേശത്തിന് തന്നെ ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഇതിലൂടെ മോഹൻ ജോർജ് അദ്ദേഹത്തിലൂടെ അത് വെളിപ്പെടും. നമസ്കാരം. നമസ്കാരം. ചേട്ടാ, സംഘടനയുടെ എന്താണ് ചുമതല? ഞാൻ BJP മലപ്പുറം ജില്ലയുടെ ഭാരവാഹിയാണ്. ന്യൂനപക്ഷ മോർച്ചയുടെ ചുമതല? മലപ്പുറം ജില്ലാ ന്യൂനപക്ഷ മോർച്ചയുടെ. ചേട്ടിപ്പോ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഈ ഒരു പ്രതീക്ഷകൾ എത്രത്തോളാണ്? ജനങ്ങളുടെ മുമ്പിൽ വലിയൊരു മാറ്റത്തിനായി അവർ ആഗ്രഹിക്കുന്നുണ്ട്. വികസിത നിലമ്പൂരാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആര്യാടൻ മുഹമ്മദിന്റെ ദീർഘകാല ഭരണത്തിൽ വളരെ മോശം കാര്യങ്ങളാണ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളത്. കാരണം നല്ല രീതിയിലുള്ള റോഡ് സംവിധാനങ്ങളോ തൊഴിലവസരങ്ങളോ ഒന്നും ഉണ്ടാകാനായിട്ട് സാധിച്ചില്ല. യുവാക്കളൊക്കെ അന്യ രാജ്യങ്ങളിലേക്കും അന്യ സ്ഥലങ്ങളിലേക്കും പോകേണ്ട ഒരു ഗതികേട് ഒരു മാറ്റം ഉണ്ടായില്ല. അൻവറിന്റെ കാര്യമാണ് നോക്കിയത്. അൻവറിന്റെ മാത്രം MLA ആയിരുന്നു. ഞങ്ങളുടെ MLA ആയിട്ട് ഞങ്ങൾക്കായിട്ടൊന്നും ചെയ്തു തന്നിട്ടില്ല. അദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ചീറിപ്പോകുന്ന കാറുകളിൽ അദ്ദേഹത്തെ കണ്ടിട്ടേ ഉള്ളൂ. ജനനന്മയ്ക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന പ്രവർത്തകൻ അല്ലെങ്കിൽ MLA തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് ഇറങ്ങി വരണം. ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മുഖം ഫെമിലിയർ ആകണം. അങ്ങനെ ഒരു അവസരം അൻവർ ഉണ്ടാക്കിയിട്ടില്ല. അൻവറിന് വേണ്ടി വിവാദത്തിൽ കാര്യങ്ങൾ ഏർപ്പെട്ട് ആഫ്രിക്കയിൽ സ്വർണ്ണഖനനവും കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ ബിസിനസ് ചെയ്തില്ല. നമ്മുടെ മുരടിപ്പിന്റെ രാഷ്ട്രീയമാണ് അൻവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി നിലമ്പൂരിൽ ഇപ്പോൾ ഈ നേരിടുന്ന ഇലക്ഷനിൽ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇപ്പോൾ ഈ ട്രൈബൽ വിഭാഗത്തിന് വലിയ തരത്തിൽ വോട്ടിംഗ് ശതമാനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. അപ്പോൾ ഈ അൻവർ ഇവിടെ ട്രൈബൽ വിഭാഗത്തിലെ ആളുകളെ സംരക്ഷിക്കുന്നില്ല, അവർക്ക് വേണ്ടിയുള്ള സഹായം ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരു സമരമെല്ലാം കുറച്ച് നാളുകൾക്ക് മുന്നോട്ട് നടന്നിരുന്നു. വനവാസി മേഖലയിലെ സഹോദരങ്ങളാണ് സമരം ഈ MLAക്കെതിരെ തന്നെയായിരുന്നു നടത്തിയിരുന്നത്. അപ്പോൾ അവരെയൊക്കെ സമീപിക്കുന്ന സമയത്ത് എന്താണ് പ്രതികരണം? വനവാസി മേഖലയിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ആണ് മാറി മാറി കേരളം ഭരിച്ചത്. അവരാരും വനവാസി മേഖലയിൽ പിടിക്കുന്ന ആദിവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇന്നും അവർ നിർദ്ദിഷ്ടരാണ്, അന്നും അവർ നിർദ്ദണ്ഡരാണ്. അന്നും വിദ്യാഭ്യാസം കാര്യമായിട്ടില്ല, ഇന്നുമില്ല. ഞങ്ങൾ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഞങ്ങൾ ഒരു MLA ഉണ്ടായാൽ ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആദിവാസി മേഖലയിൽ വളരെ പുരോഗമനപരമായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തെടുക്കും. തീർച്ചയാണ്. ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഈ ഒരു പ്രതീക്ഷകൾ എത്രത്തോളാണ്? ജനങ്ങളുടെ മുമ്പിൽ വലിയൊരു മാറ്റത്തിനായി അവർ ആഗ്രഹിക്കുന്നുണ്ട്. വികസിത നിലമ്പൂരാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആര്യാടൻ മുഹമ്മദിന്റെ ദീർഘകാല ഭരണത്തിൽ വളരെ മോശം കാര്യങ്ങളാണ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളത്. കാരണം നല്ല രീതിയിലുള്ള റോഡ് സംവിധാനങ്ങളോ തൊഴിലവസരങ്ങളോ ഒന്നും ഉണ്ടാകാനായിട്ട് സാധിച്ചില്ല. യുവാക്കളൊക്കെ അന്യ രാജ്യങ്ങളിലേക്കും അന്യ സ്ഥലങ്ങളിലേക്കും പോകേണ്ട ഒരു ഗതികേട് ഒരു മാറ്റം ഉണ്ടായില്ല. അൻവറിന്റെ കാര്യമാണ് നോക്കിയത്. അൻവറിന്റെ മാത്രം MLA ആയിരുന്നു. ഞങ്ങളുടെ MLA ആയിട്ട് ഞങ്ങൾക്കായിട്ടൊന്നും ചെയ്തു തന്നിട്ടില്ല. അദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ചീറിപ്പോകുന്ന കാറുകളിൽ അദ്ദേഹത്തെ കണ്ടിട്ടേ ഉള്ളൂ. ജനനന്മയ്ക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന പ്രവർത്തകൻ അല്ലെങ്കിൽ MLA തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് ഇറങ്ങി വരണം. ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മുഖം ഫെമിലിയർ ആകണം. അങ്ങനെ ഒരു അവസരം അൻവർ ഉണ്ടാക്കിയിട്ടില്ല. അൻവറിന് വേണ്ടി വിവാദത്തിൽ കാര്യങ്ങൾ ഏർപ്പെട്ട് ആഫ്രിക്കയിൽ സ്വർണ്ണഖനനവും കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ ബിസിനസ് ചെയ്തില്ല. നമ്മുടെ മുരടിപ്പിന്റെ രാഷ്ട്രീയമാണ് അൻവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി നിലമ്പൂരിൽ ഇപ്പോൾ ഈ നേരിടുന്ന ഇലക്ഷനിൽ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇപ്പോൾ ഈ ട്രൈബൽ വിഭാഗത്തിന് വലിയ തരത്തിൽ വോട്ടിംഗ് ശതമാനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. അപ്പോൾ ഈ അൻവർ ഇവിടെ ട്രൈബൽ വിഭാഗത്തിലെ ആളുകളെ സംരക്ഷിക്കുന്നില്ല, അവർക്ക് വേണ്ടിയുള്ള സഹായം ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരു സമരമെല്ലാം കുറച്ച് നാളുകൾക്ക് മുന്നോട്ട് നടന്നിരുന്നു. വനവാസി മേഖലയിലെ സഹോദരങ്ങളാണ് സമരം ഈ MLAക്കെതിരെ തന്നെയായിരുന്നു നടത്തിയിരുന്നത്. അപ്പോൾ അവരെയൊക്കെ സമീപിക്കുന്ന സമയത്ത് എന്താണ് പ്രതികരണം? വനവാസി മേഖലയിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ആണ് മാറി മാറി കേരളം ഭരിച്ചത്. അവരാരും വനവാസി മേഖലയിൽ പിടിക്കുന്ന ആദിവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇന്നും അവർ നിർദ്ദിഷ്ടരാണ്, അന്നും അവർ നിർദ്ദണ്ഡരാണ്. അന്നും വിദ്യാഭ്യാസം കാര്യമായിട്ടില്ല, ഇന്നുമില്ല. ഞങ്ങൾ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഞങ്ങൾ ഒരു MLA ഉണ്ടായാൽ ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആദിവാസി മേഖലയിൽ വളരെ പുരോഗമനപരമായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തെടുക്കും. തീർച്ചയാണ്.